ഓക്കെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായിയാണ്. ഓക്കെ അതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ക്യാരറ്റാണ്. ചിക്കൻ കടായിക്ക് പച്ചമുളക്, സവാള, തക്കാളി, ക്യാപ്സിക്കം, ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഓക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. ഇതൊക്കെ ഇവിടെ അലങ്കോലമായി കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉള്ളതൊന്ന് ക്ഷമിച്ചത്. നമ്മുടെ കിച്ചണല്ല അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കിച്ചണൊക്കെ ആകുമ്പോൾ. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാം. നമ്മൾ ബാച്ചിലർ റൂമല്ല. ഓക്കെ ഇവിടെ നെയ്ച്ചോറിൻ്റെ അരി കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല നെയ്ച്ചോറ് ഇന്ന് രാത്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഉച്ചത്തേക്കും ലഞ്ച് കഴിക്കാനും നെയ്ച്ചോറാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞങ്ങളെ പൂച്ചയാണ്, റൂമിലെ പൂച്ച കണ്ടിരിക്കണം. മിയാവ് മിയാവ് പറഞ്ഞിട്ട് ഇവിടെ നോക്കിയാ മേലേക്ക് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്, മേലേക്ക് ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കുട്ടി. എനിക്ക് ഒന്നും തരില്ല കേട്ടോ, അങ്ങനെ നോക്ക്. ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ, റെഡി ആവുന്നു. നല്ല കാതാക്കില്ല എന്നാലും ഇങ്ങനെ പോയി കഴിയാണ്. വീട്ടിലാണെങ്കിൽ പാവം അന്ന് അലക്കിയിട്ടും ചെയ്തിരുന്നു. ഇതൊക്കെ ഉണങ്ങിയിട്ട് എടുത്ത് വെക്കണം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവരൊക്കെ കാണിച്ചാണ്. എന്നാലും ജസ്റ്റ് അതെ കട്ട് ചെയ്ത് ഓയിൽ ഇങ്ങനെയൊക്കെയാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് ചിക്കൻ വറുത്തെടുത്ത് വെച്ചു ഉണ്ടോ. ഓക്കെ ഇനി ഇവിടെ കുക്കർ വെച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടോ നെയ്ച്ചോറുണ്ട്. അരി വെള്ളത്തിലിട്ട് അത് വെള്ളത്തിന് എടുത്തിട്ട് വേണം സെറ്റാക്കാൻ. അപ്പോൾ ഇതിന് ഇവിടെ ചിക്കൻ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതുകൂടി കഴിക്കണം. കഴിയുമ്പോൾ നമ്മളായിട്ട് ഇതിൽ തന്നെ മസാല ഉണ്ടാക്കും. ഈ ഓയിലിൽ തന്നെ അതിനുള്ള മസാല തയ്യാറാക്കിയിട്ട് സെറ്റാക്കും. ഓക്കെ അങ്ങനെ നെയ്ച്ചോറ് റെഡിയാക്കാൻ വെച്ചു. നെയ്ച്ചോറ് റെഡിയാക്കട്ടെ അത് കാണാൻ. ഓക്കെ സെറ്റാക്കണം. കടായിക്കുള്ള മസാല ഇട്ടത് ഉള്ളി, പച്ചമുളക്, സവാള ഇട്ടിട്ടുണ്ട്. ഇതിൽ ശക്തായ നമ്മൾ ചിക്കനേക്ക് പാസ് ചെയ്യുന്നതാണ് മക്കളെ. നെയ്ച്ചോറ് റെഡിയായി മക്കളെ. നോക്കട്ടെ. നെയ്ച്ചോറ് റെഡിയായി. ഓക്കെ അടുത്ത കടായി അവിടെ കിടക്കാം. അപ്പോൾ നെയ്ച്ചോറ് ഓക്കെ. ഇവിടെ രണ്ടാൾ കാവലുണ്ട്. ഈ കണ്ടു കേട്ടോ. ഒരു ഡോറ് തുറക്കുമ്പോൾ തന്നെ വരിക. സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ പാഞ്ഞ് വരും. ഉണ്ടോ പാഞ്ഞ് വന്നു. അടുത്താൾ എന്താണ് നിങ്ങൾക്ക്? എന്താണ് രണ്ടാൾക്ക് ഫുഡ് ഇപ്പോൾ തരാം കേട്ടോ. ഉണ്ടാക്കി കഴിയട്ടെ. വെയിറ്റ്. നിനക്കെന്താ നിനക്കും വേണോ? മിണ്ടായിരിക്കും അവിടെ. മിണ്ടായിരുന്നാൽ സാധനം തരും. വെയിറ്റ് ചെയ്യും കേട്ടോ. മിണ്ടല്ലേ, നിന്നോടല്ലേ അറിഞ്ഞത് മിണ്ടല്ലേ. അയ്യോ എന്നാ ഇവിടേക്ക് നോക്കിക്ക. എന്നാ ഇങ്ങോട്ട് നോക്ക്. എന്നാ വേണ്ട, എനിക്ക് ഫുഡ് വേണ്ടേ? ഞാൻ പോവാ. ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്ത് തരാം. ഒരു ചെറിയ കഷ്ണം നിങ്ങൾക്ക് രണ്ടാൾക്ക് ഓരോ കഷ്ണം. ചെറിയ രണ്ടാൾക്ക് ഓരോ കഷ്ണം തരാം. ഏതാ പീസ് എടുക്കാം? രണ്ടാൾക്ക് ഓരോ കഷ്ണം തരാം. എടുക്കാം. രണ്ടാൾക്ക് ഒരു കഷ്ണം. വാ കേട്ട് വരി എന്നാ വാ. എന്നാ ഇങ്ങോട്ട് വാ എന്നാ വേണ്ട. വേണമെങ്കിൽ വന്നെടുത്തോ. വാ ഇങ്ങോട്ട് വന്നാ. എനിക്ക് വേണ്ടേ? എന്നാ ഇതൊക്കെ ഡിമാൻഡ്. ഞാൻ എടുത്ത് പോയിക്കോ. ശരിയല്ലേ? അങ്ങോട്ട് പോ. ബാക്കിയാന്ന് നോക്കട്ടെ കേട്ടോ. മസാല ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ അടിയിൽ
ഓല് കടന്നൊരു കരഞ്ഞ് ഇതാക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണ്ടേ? മോശമല്ലേ? മിണ്ടാപ്രാണികളല്ലേ മിണ്ടാപ്രാണികൾ. അങ്ങനെ ഇനി ഇതിലേക്ക് മസാലകൾ ഇടണം. പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്ത് കടായിട്ടുള്ള കടായി ചിക്കൻ കടായി എന്നാണ് കേടായതാണ് ചിക്കൻ കടായി ആയത്. അങ്ങനെ കേടായതിൻ്റെ പേരിൽ ചിക്കൻ കടായി എന്ന് പറഞ്ഞ് സെറ്റായി. അങ്ങനെ ചിക്കൻ കടായി റെഡിയായി മക്കളെ. അപ്പോൾ അത് ഓക്കെ, ഇനി നമുക്ക് കഴിച്ചാൽ മതി. ഓക്കെ, കഴിച്ചിട്ട് അത് പറയാം കേട്ടോ.